ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്യുക്ക് ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ലഞ്ച് റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസ് റെസിപ്പിയാണ്. ടിഫിൻ ബോക്സിന് കുട്ടികൾക്കൊക്കെ നമുക്ക് കാലത്ത് നേരത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനായിട്ട് ആദ്യം തന്നെ ഞാൻ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉഴുന്നുപരിപ്പ് ഒന്ന് ചൂടായി വരണം. അപ്പം ഉഴുന്നുപരിപ്പ് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരേണ്ടതാണ്. കടുക് നല്ല രീതിയിൽ തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കപ്പലണ്ടിയാണ്. നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അര സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള ശരിക്കും പറഞ്ഞാൽ നിർബന്ധമില്ല. ചില സ്ഥലങ്ങളിൽ സവോള യൂസ് ചെയ്യും, ചില സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യാറില്ല. ഞാനൊരു അര സവോള ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളകുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ഈ പച്ചമുളക് നല്ല എരിയുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ. അപ്പം സവോളയും പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കാരണം റൈസിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഇപ്പോൾ തന്നെ ചേർക്കേണ്ടതാണ്. ഞാൻ വേറൊരു പാത്രത്തിൽ റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ജീര റൈസിന് 2 ഗ്ലാസ് വെള്ളവും 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ നെയ്യും ഇട്ടിട്ടാണ് ഞാൻ റൈസ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് പകർന്നു കൊടുക്കാം. എൻ്റെ റൈസ് എല്ലാം ആവശ്യത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ആ റൈസ് ഇനി ഇതിലേക്ക് പകർന്നു കൊടുക്കാം. അപ്പം ഇത് ഞാനൊരു 15 മിനിറ്റോളം സിമ്മിലിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ റൈസ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അത് വളരെ കറക്റ്റായിട്ടുള്ള പാകത്തിൽ വന്നിട്ടുണ്ട്. ഓരോ അരിയും കൂട്ടിമുട്ടാതെ കുഴയാത്ത രീതിയിൽ നമുക്ക് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുനാരങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം 1.5 ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിപ്പോൾ അതിൻ്റെ രുചിയെല്ലാം നോക്കിയതിന് ശേഷം വേണം പിന്നീട് വേണമോ വേണ്ടയോ എന്ന് നോക്കാനായിട്ട്. നന്നായിട്ട് നമുക്ക് റൈസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെറുനാരങ്ങ നീര് എല്ലാവിടെയും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞ നിറവും അതെല്ലാം റൈസിലേക്ക് നന്നായിട്ട് വരണം. അത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. ഞാൻ എൻ്റെ ചീനച്ചട്ടി ചെറുതാകാൻ തോന്നിയത് കൊണ്ട് ഒരു വെന്റിലി പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ റൈസ് അത്യാവശ്യം നല്ല മഞ്ഞ നിറം എല്ലാം ആയി നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ ലെമൺ റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എൻ്റെ ഇതിനകത്ത് പിന്നീട് എനിക്ക് ലെമൺ ചേർക്കേണ്ടി വന്നില്ല. 1.5 ലെമൺ തന്നെ കറക്റ്റായിരുന്നു. അപ്പം നിങ്ങൾ ചെറുനാരങ്ങയുടെ പുളിയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രുചിയും ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ലെമൺ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഈസി ആയിട്ടുള്ള ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനും നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അതിൻ്റെ കമൻസ് എല്ലാം ഇതിൽ അറിയിക്കേണ്ടതാണ്. നല്ല ചൂടോടെ വെറും സാലഡ് മാത്രം മതി നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.